നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കസ്റ്റം ക്യാരക്ടർ എങ്ങനെ നമ്മുടെ ആർഡിനോ ഉപയോഗിച്ച് LCDയിൽ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റം ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ആർഡിനോയുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ LCDയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കസ്റ്റം ക്യാരക്ടർ യൂസ് ചെയ്തിട്ട്. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബേസിക്സ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നമ്മൾ എടുത്ത എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിരിക്കണം. അപ്പൊ അതിനായിട്ട് ആ വീഡിയോകൾ അടങ്ങുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിൽ വിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു കോഡ് ഹാപ്പി ഓണം എന്ന് പറഞ്ഞൊരു വിളക്കിന്റെ പടമൊക്കെ വെച്ച വിളക്കിന്റെ പടം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടർ ഒരു ഇതാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോഡ് എന്ന് പറയുന്നത് അതിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പൊ ഈ പ്രോഗ്രാം നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഒന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഡിജിറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഷേപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആദ്യം നമ്മുടെ ഇപ്പം സ്ക്രീനിൽ കാണുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് 1 ഡിസ്പ്ലേയുടെ എപ്പിസോഡ് 1 പ്രോഗ്രാമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തൊന്നും നമുക്ക് വേണ്ട. LCD ബിഗൈൻ മാത്രം മതി. അതുപോലെ അൺസൈൻ്റെ ലോങ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും ജസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള മതി. ഇനി നമുക്ക് എങ്ങനെ ഓരോ ഡിജിറ്റും ആക്സസ് ചെയ്യാം. അപ്പൊ അതിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എത്ര മൈക്രോ അല്ലെങ്കിൽ എത്ര ചെറിയ LED അല്ലെങ്കിൽ എത്ര ചെറിയ സെല്ലാണെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഇതാണ്. നമ്മൾ അടിക്കുന്ന ഓരോ സെല്ലും 5 കോളവും 8 റോയും ഉള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഒരു അറേ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനായിട്ടൊരു അറേ ഉണ്ടാക്കണം. അറേയുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ജസ്റ്റ് നമ്മളൊരു അറേ ഉണ്ടാക്കണം. അത് നമുക്ക് ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അറേ ഉണ്ടാക്കിയാണ്. അപ്പം നമുക്ക് ഒരു ബൈറ്റ് മതി, ബൈറ്റ് ടൈപ്പ് അറേ മതി. ബൈറ്റ് ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കുന്നു, ഓപ്പൺ. അറേക്ക് ഞാൻ പേര് കൊടുത്തില്ല. ബൈറ്റ് നമുക്ക് തൽക്കാലം ആദ്യം ഒരു സ്മൈൽ ഉണ്ടാക്കാം. അപ്പൊ സ്മൈല് എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനിയും നമ്മൾ ഇതിൽ ഓരോന്നും ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്കിവിടെ B1 2 3 4 5 5 ഉണ്ട്. അപ്പൊ 5 ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈനറി ആവശ്യമുള്ളൂ. ഇപ്പൊ 0 0 0 0 0. ഇപ്പൊ ഇതിന്റെ കേസ് ആണെങ്കിൽ 0 1 0 1 0 ആ ഒരു രീതിയിലാണ്. ഇപ്പൊ സീറോസ് ഉള്ളിടത്തെല്ലാം ഓഫ് ആയിരിക്കും, 1 വരുന്നെടുക്കുക ഓൺ ആയിരിക്കും. അപ്പൊ നമുക്കതൊരു ബൈനറി ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ആർഡിനോയിലൊക്കെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡെസിമൽ ആണ്. അപ്പൊ നമ്മൾ ബൈനറി എങ്ങനെ കോൾ ചെയ്യാൻ നോക്കാം. ബൈനറി വിളിക്കാനായിട്ട് നമ്മൾ 0B എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം ബൈനറി ഫോർമാറ്റിൽ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ആദ്യം ഒരു സ്മൈലാണ് വേണ്ടത്. അപ്പൊ സ്മൈലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 കോളം ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. അപ്പം 0 0 0 0 0 5 ആണ് വേണ്ടത്. അപ്പൊ 0 0 0 0 1 2 3 4 5 5 വേണ്ടത്. അതിനുശേഷം നമ്മൾ കോമ ഇടുക. പിന്നെയും 0B 1 2 3 4 5. അതുപോലെ അടുത്ത 2 നമ്മൾ തെളിഞ്ഞിരിക്കണം. 0B. അപ്പൊ ഇങ്ങനെ തെളിഞ്ഞിരിക്കണം. അടുത്തത് നമുക്കൊന്നും വേണ്ട. ഇതുപോലത്തെ 8 പിക്സലാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. നമുക്ക് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ അടുത്തതിൽ ഇവിടെ ലാസ്റ്റ് 2 തെളിഞ്ഞിരിക്കണം. അപ്പോൾ 1 0 0 0 1
0B 0 0 0 1 1 1 0 0B 0 0 0 0 0. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കോമ ഇടണം, കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇത് ഓരോ ബൈനറി ഡിജിറ്റ് ആണ്. 1 2 3 4 5 6 7. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. 0B 0 0 0 0. ഇനി നമ്മൾ ക്യാരക്ടർ ഉണ്ടാക്കിയാണ്. ഇപ്പൊ ക്യാരക്ടറിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി. ഇനി അതൊരു ക്യാരക്ടർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് LCD ഡോട്ട് ക്രിയേറ്റ് ക്യാർ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ കൊടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് 0 കൊടുക്കുക. കോമ ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുത്ത പേര് കൊടുക്കുക, സ്മൈൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 8 ഇതുള്ള മെട്രിക്സ് ആണ്, 8 എലമെന്റ്സ് ഉള്ള മെട്രിക്സ് ആണ്. എല്ലാം ബൈനറി ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇത് ബൈനറി അല്ല, നിങ്ങൾക്ക് ഇതിന്റെ ഡെസിമൽ ഈക്വലന്റ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കർസർ സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് കർസർ, ഞാനിപ്പോൾ 0 0യിലാണ് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കർസർ ഞാൻ സെറ്റ് ചെയ്തു. ഇനി എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ LCD ഡോട്ട് റൈറ്റ്. പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ല, ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. എന്നിട്ട് നമ്മൾ ബൈറ്റ് എന്ന് എഴുതണം. അതിൻ്റെ അകത്ത് ഈ 0 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ സെറ്റ് കർസറിനാണ് എറർ വന്നേക്കുന്നത്. ഓക്കെ, അത് ഞാൻ LCD എന്ന് പറഞ്ഞ ഒരു ഇത് വിളിക്കാൻ മറന്നുപോയതാണ്. ഓക്കെ, ഇപ്പം പ്രശ്നങ്ങളൊക്കെ മാറി. ബോർഡും ഒക്കെ കറക്റ്റ് ആണ്. നമുക്ക് റൺ ചെയ്യാം. ഇപ്പൊ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേഞ്ച് ഇപ്പൊ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ഒരു സ്മൈല് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്മൈലാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ മേക്ക് ചെയ്തത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടായ ഒരു സ്മൈലാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് കാര്യം വേണേലും പ്രിന്റ് ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ഹാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹാർട്ടും നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഹാർട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർട്ടിന്റെ ഒരു ഷേപ്പിൽ ഇത് ആക്സസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അതിന് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു രീതി, അത് പെർഫെക്റ്റ് ആണോ എന്നൊന്നും നിർബന്ധമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് നോക്കാം. നമുക്ക് ഓരോ ഇതും എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മറ്റേ ഒരു സംഗതി ചെയ്തത്. ഓക്കെ, ഇത് കുറച്ച് ഞാൻ മുകളിലേക്ക് ആക്കാം, അതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ 0സും 1സും റീപ്ലേസ് ചെയ്താണ് ഹാർട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതൊന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഹാർട്ടിന്റെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഹാർട്ടിന്റെ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ വിളക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പം ഞാൻ ആ പ്രോഗ്രാം ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ആ പ്രോഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വിളക്കാണ്. ആ വിളക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 6 പീസ് വെച്ചിട്ടാണ്. അപ്പൊ ആദ്യത്തെ ഒരു പീസ് എന്ന് പറയുന്നത് വിളക്കിന്റെ ഇപ്പം ടോപ്പ് സെന്റർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണ്. അതായത് ടച്ച് ചെയ്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷൻ ഏറ്റവും പൊക്കത്തെ ഒരു പോർഷനാണ്. അപ്പൊ ആ ഒരു പോർഷൻ നമ്മൾ ഏറ്റവും മുകളിലത്തെ 1 കണ്ടോ. അപ്പോൾ ഒരു പോർഷനാണ് ഈ ചെയ്തേക്കുന്നത്. ഇപ്പം 1 1 എന്നുള്ള ആ ഒരു ഷേപ്പിൽ. പിന്നെ ഞാൻ ലെഫ്റ്റ് പോർഷൻ ആണ് ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് പോർഷൻ കറക്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1 1 1 ഇവിടെ ഇത്രയും 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിയുടെ ഏരിയയാണിത്. പിന്നെ കൊടുത്തേക്കുന്ന റൈറ്റ് പോർഷൻ ആണ്. റൈറ്റ് പോർഷനും അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ സെൻട്രൽ പോർഷൻ ആണ്. താഴത്തെ സെൻട്രൽ പോർഷൻ വിളക്ക് പോലെ വന്നു, പിന്നെ ഇങ്ങനെ നീങ്ങുന്നു. ആ സെൻട്രലിലത്തെ പോർഷൻ, അതായത് ഈ ഒരു പോർഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോർഷനാണ് കാണിക്കുന്നത്. അപ്പൊ ഇനിയും അത് കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന്. പിന്നെ റൈറ്റിലുള്ളത്. അപ്പം ആ എല്ലാ പോർഷനും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ LCD ബിഗൈൻ ചെയ്യുന്നു. അതിനൊക്കെ ഓരോ നമ്പർ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ ക്യാരക്ടർ സെറ്റായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 0 0 ഞാൻ സെറ്റ് ചെയ്തു. അതിനുശേഷം ബൈറ്റ് ഓഫ് 0 എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് ആണ്. പിന്നെ ബൈറ്റ് ഓഫ് 1 വിളിച്ചു. ബൈറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ടോപ്പ് സെന്റർ ആണ്. പിന്നെ 2 വിളിച്ചു. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റ്.
പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ലൈനിലായിട്ട് ഞാൻ കർസർ രണ്ടാമത്തെ ലൈനിൽ സെറ്റ് ചെയ്യുന്നു. ബൈറ്റ് 3 4 5. ഇപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ലെഫ്റ്റും, 4 എന്ന് പറഞ്ഞാൽ ബോട്ടം സെൻറ്ററും, 5 എന്ന് പറഞ്ഞാൽ ബോട്ടം റൈറ്റും ആണ്. അപ്പോൾ അത്രയും കോൾ ചെയ്യാൻ നേരത്ത് ഈ ഒരു വിളക്കിന്റെ പടം അവിടെ പ്രത്യക്ഷമാകും. അതിനുശേഷം ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് 5ാമത്തെ ലൈൻ ഹാപ്പി എന്ന് എഴുതുന്നു. 9ാമത്തെ ലൈനിൽ ഇതില് ലെറ്ററിൽ 2ാമത്തെ ലൈനിൽ ഓണമെന്നും കൂടെ എഴുതുന്നു. അപ്പോൾ ഈ ഹാപ്പി ഓണം എന്ന് പറഞ്ഞ സംഗതികൾ അവിടെ റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്ന കുറേ സ്റ്റാർ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അത് നേരത്തെ എപ്പിസോഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കർസർ റെഡിയാക്കുന്നു, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, മറ്റൊരു സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, മറ്റൊരു സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ സ്റ്റാർ ആദ്യത്തെ സ്റ്റാർ മായ്ക്കുന്നു. അങ്ങനെ ആ ഒരു ഓർഡറിൽ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ സ്റ്റാർ മായ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഓണത്തിന്റെ ലെറ്റേഴ്സിന്റെ ഇടയ്ക്കൊന്നും സ്റ്റാർ വരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മിന്നുന്ന പരിപാടി പാടെ ശോകമായി പോകാൻ സാധ്യതയുണ്ട്, അല്ല അലമ്പായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഒരു കസ്റ്റം ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പം ചിലപ്പോൾ ഒരു കസ്റ്റം ക്യാരക്ടർ ഇതുപോലെ അർഡിനോ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു സൈറ്റ് വഴി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അർഡിനോ കസ്റ്റം ക്യാരക്ടർ എന്ന് സെർച്ച് ചെയ്താൽ മതി. കസ്റ്റം ക്യാരക്ടർ ജനറേറ്റർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്കതിൽ കയറി ഇങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോഡ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തേണ്ട, അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ബേസിക്കും ഫണ്ടമെന്റലും ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.